ഞങ്ങളെന്നല്ല ആദ്യമായിട്ടായിരിക്കും ഒരാൾ റോഡ് സൈഡിൽ നിന്ന് അൺബോക്സിങ് വീഡിയോ എടുക്കുന്നതല്ലേ. ഫോൺ തന്നെ കേട്ടോ, ഗൂഗിളിൻ്റെ തന്നെ പിക്സൽ 6 എന്ന ഫോണാണ്. പ്രീ ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടിയത് ഇത് ചൂടപ്പം പോലെ നമ്മളെ കിട്ടിയത്. നമ്മൾ അപ്പം തന്നെ അത് പൊട്ടിച്ചങ്ങ് അൺബോക്സ് ചെയ്യാം. മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് പറയാം. ഒരു യൂസർ റിവ്യൂ വരുന്ന വീഡിയോ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. തീർച്ചയായും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഫോണിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ചെറിയൊരു ബോക്സാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിനകത്ത് വരുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ പിക്സൽ എന്ന ഫോണും ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി ഒരു കേബിളും ഉണ്ട്. ഒരു OTG കേബിളും കൂടെ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ യൂസർ മാനുവലും ആണ് ഇതിനോട് ഉള്ളത്. ഇവിടെ ഫോണിൻ്റെ ആ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കണം. അത് ഔട്ട്സൈഡ് അതിൻ്റെ എങ്ങനെയുണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കിയപ്പം ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നൊരു ഫോണാണ് വരുന്നത്. വളരെ തിന്നായിട്ടുള്ളൊരു ഫോണാണ്. 178 ഗ്രാം മാത്രമേ അതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഇങ്ങനെ നോക്കുവാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ടൈപ്പ് സി ആണ്. ഓഡിയോ ജാക്കിൻ്റെ സപ്പോർട്ടിലുള്ള പകരം ടൈപ്പ് സി ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. താഴെ നമുക്ക് വോളിയം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ പിന്നെ വരുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്നതിൻ്റെ ക്യാമറയാണ് നോക്കേണ്ടത്. ഗൂഗിൾ ഫോണുകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് സംഭവം തയ്ക്കുക അതിൻ്റെ ക്യാമറയാണ്. അപ്പോൾ വരുന്നത് 2 ക്യാമറയാണ് എനിക്ക് വരുന്നത്. ഒന്ന് 12.2 MB ഒരു മെയിൻ ക്യാമറയും അതുപോലെ 12 MB ഒരു വൈഡ് ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 ക്യാമറ വരുന്നുണ്ട്. പ്ലസ് ഒരു ഫ്ലാഷ് ലൈറ്റും കൂടെ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 MB ക്യാമറയാണ് വരുന്നത്. നമ്മളുടെ മെയിൻ ക്യാമറയിൽ 4K വീഡിയോസ്, അതായത് 60 FPS നമുക്ക് ഫ്രെയിം റേറ്റിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണ ഫോണുകളിൽ സ്റ്റീരിയോ കൊടുക്കുമ്പോഴത്തേക്കും അവർ ഇയർ പീസിൻ്റെ അവിടെ സാധാരണ സൗണ്ട് കുറവായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇയർ പീസ് താഴെ 2 സൈഡിലും ഒരേപോലുള്ള സൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ ഒരു ക്യാമറ ബമ്പിൻ്റെ രീതിയാണ്. സാധാരണ ഇപ്പോഴത്തെ ഫോണുകൾ കാണുന്ന ഒരു കാര്യമാണ്, നമുക്ക് താഴോട്ടായിരിക്കും വരുന്നത്, അത് വെർട്ടിക്കൽ ആയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഈ ഒരു ഫോണിൽ വരുന്ന എപ്പോഴും ഇനി യൂണിക്കായി എത്തരത്തിൻ്റെ കാര്യമാണ് എന്ത്, ഈ ഒരു ഹോറിസോണ്ടൽ ഷേപ്പിലാണ് ഇതിൻ്റെ ക്യാമറാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രീനിൽ വരുന്നത് ഗൊറില്ല ഗ്ലാസ് 3 ആട്ടോ. എന്തുകൊണ്ട് 3 കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യേണ്ട ഈ ഒരു എമൗണ്ടിലേക്ക് ഇതിനെ കോസ്റ്റ് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൊറില്ല ഗ്ലാസ് 3 കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് ബോഡി വരുന്നത് പോളികാർബണേറ്റ് ആണ്, പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മുടെ സാധാരണ ഫോണുകളെ കണ്ട് നമ്മൾ പവർ ബട്ടൺ എപ്പോഴും ഡൗണിലായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ പവർ ബട്ടൺ അപ്പിലും അതുപോലെ വോളിയം ബട്ടൺസ് താഴെയായിരിക്കും കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. അതുപോലെ 60 Hz സ്റ്റാൻഡേർഡ് റീഫ്രഷ് റേറ്റും കൂടെ കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗൂഗിളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 6.14 ഇഞ്ച് ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4410 mAh ബാറ്ററി കൂടെ കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടെ കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗൂഗിളിൻ്റെ ടെൻസർ എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് വരുന്നത്. ഏകദേശം 2.8 GHz സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 നാനോമീറ്റർ പ്രോസസ്സറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 6GB 128GB വേർഷനാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് നമ്മളത് മേടിച്ചിട്ടുള്ളത്. 6GB 128ന്റെ ഇപ്പോഴത്തെ പ്രൈസ് പറയുന്നത് 43,999 രൂപയാണ്. ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. ഫിംഗർ പ്രിന്റ് പൊസിഷനിങ് ഒക്കെ കുറച്ച് മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല റെസ്പോൺസീവ് ആണ്, നിങ്ങൾക്ക് കാണാം. അടുത്തതായിട്ട് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് UI. ഇതിൽ നമുക്ക് കാണാം, ഇത് പിക്സലിൻ്റെ ഡിവൈസ് ആണ്. അപ്പം നാച്ചുറലി ഇതിന് വരുന്നത് ആൻഡ്രോയിഡിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ബ്ലോട്ട് വെയേഴ്സ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു UI എക്സ്പീരിയൻസ് ആണ്. വളരെ സ്മൂത്ത് ആണ് ഫോൺ. ഇൻ്റർഫേസ് കാണാം, നമുക്ക് ആൻഡ്രോയിഡ് 12 ആണ് ഇതിനകത്ത് വേർഷൻ വരുന്നത്. നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ബാർ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണാം, ഇതിനകത്തൊരു ഐഫോണിലേക്ക് കുറച്ചുകൂടി വലിപ്പമുള്ള ഐക്കൺസ് ഒക്കെയാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു UI അപ്രോച്ചാണ് ഗൂഗിൾ ഈ ഫോണിൽ എടുത്തിരിക്കുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഫേസ് അൺലോക്ക് ഫീച്ചർ ഗൂഗിൾ ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇഞ്ചിൻ്റെ ഫുൾ HD OLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. OLED ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഒക്കെ സൂപ്പർ ആക്യുറേറ്റ് ആയിരിക്കും. ഗൂഗിൾ ഇതിൽ അഡാപ്റ്റീവ്, വാം അങ്ങനെയുള്ള കളർ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. സാച്ചുറേഷൻ മോഡ്, കളർ സാച്ചുറേഷൻ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു OLEDൻ്റെ ഡിസ്പ്ലേ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ വീഡിയോ കണ്ടു നോക്കാം. ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ 0.6ൻ്റെ ഒരു അൾട്രാ വൈഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. 12 MP അൾട്രാ വൈഡ് സെൻസറാണ് വരുന്നത്. 12.2 MP ഒരു പ്രൈമറി സെൻസർ വിത്ത് OIS ഫീച്ചറാണ്, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫീച്ചർ ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ക്കുകളില്ലാത്ത ഫോട്ടോസ്, വീഡിയോസ്, ലോ ലൈറ്റ് കുറച്ച് പെർഫോമൻസിൽ ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. ഇമേജ് സാമ്പിൾസ് നമ്മൾ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അൾട്രാ വൈഡ് ഉപയോഗിച്ചിട്ടും മെയിൻ സെൻസർ ഉപയോഗിച്ചിട്ടും 4K വരെയുള്ള വീഡിയോകൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും.
4K 60 frames per second വരെയുള്ള വീഡിയോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അൾട്രാ വൈഡ് ക്യാമറയിൽ നമുക്ക് 4K 30 വരെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുള്ളൂ. പ്രൈമറി സെൻസറിൽ നമുക്ക് 4K 60 FPS വരെയുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ സാമ്പിൾസ് എടുക്കാൻ കഴിയും. വീഡിയോ സ്റ്റെബിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാമറ വീഡിയോ ഇന്റർഫേസിൽ കാണാം ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്റ്റെബിലൈസേഷൻ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ 4 ഓപ്ഷൻസ് കാണാൻ പറ്റും വീഡിയോ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട്. സ്റ്റാൻഡേർഡ്, ലോക്ക്ഡ്, ആക്റ്റീവ്, സിനിമാറ്റിക് പാൻ എന്നുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് ലൈറ്റ് മൂവ്മെന്റ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കുമ്പോൾ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ദൂരെയുള്ള സബ്ജക്റ്റിൻ്റെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ലോക്ക്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഹെവി മൂവ്മെന്റ് ഉള്ള ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യാം. സിനിമാറ്റിക് പാൻ എന്നുള്ളത് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാനിങ് ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ നോർമൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സ്ലോ മോഷൻ, പനോരമ, ടൈം ലാപ്സ് പോലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഗൂഗിൾ ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാറ്ററിയുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ യൂസ്ഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് 60% നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഹെവി യൂസേജ് തന്നെ ആയിരുന്നു ഒരുവിധം, കാരണം നമ്മൾ ഫുള്ള് ബ്രൈറ്റ്നസ് മോഡിൽ തന്നെ ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ തന്നെയാണ് ഡിവൈസ് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇതുവരെ 30% ആയിട്ടുള്ളൂ. അപ്പം ഒരു മികച്ച ബാറ്ററി എക്സ്പീരിയൻസ് തന്നെ ഈ ഫോൺ തരുന്നുണ്ടെന്ന് വേണം പറയാൻ. ടെൻസർ ചിപ്പ് ആ ഭാഗത്ത് നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട്. ഇതിൻ്റെ ഡെയിലി യൂസേജിലുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ ഇന്ന് ഫോൺ കിട്ടിയതേ ഉള്ളൂ, എന്നാൽ ഇതുവരെയുള്ള പെർഫോമൻസ് റിവ്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇത് തരുന്നത്. നമുക്ക് ഇതുവരെ ഒരു ലാഗിങ്ങോ സ്മൂത്ത്നെസ് അല്ലാത്ത എന്തെങ്കിലും ഇഷ്യൂ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഫോൺ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് തന്നെ വേണം പറയാൻ. ഇതുവരെയുള്ള യൂസേജിൽ എവിടെയും നമ്മളൊരു ഹീറ്റിങ്ങോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വാം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫോൺ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഇതുവരെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ നിന്നും ഇതൊരു മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വോയിസ് എൻഹാൻസ്മെന്റ് സിസ്റ്റം ഇതിന് കൊടുത്തിട്ടുണ്ട്. അതായത് ലൈവായിട്ട് നമ്മൾ പറയുന്ന ഓഡിയോ ഇൻസ്റ്റന്റ് ആയിട്ട് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ടെക്സ്റ്റ് സ്പീച്ച് സംവിധാനം വളരെ മികച്ച രീതിയിൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇതിൻ്റെ ടെൻസർ ചിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈറ്റാൻ M2 എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോയിസ് എൻഹാൻസിങ് പ്രോസസ്സറാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചിപ്പ് അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ നൽകിയിട്ടുണ്ട്. യൂസ് കേസുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. റാം മാനേജ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജിനൊന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രശ്നവും ഇതുവരെ തോന്നിയിട്ടില്ല. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വളരെ മികച്ച ക്വാളിറ്റിയാണ് ഈ ഇമേജ് സെൻസർ തരുന്നത്, നമുക്ക് ഇവിടെ കാണാം. അതുപോലെ മാജിക് ഇറേസർ പോലുള്ള കുറച്ച് നല്ല ഫീച്ചേഴ്സ് തരുന്നുണ്ട്. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അതിനകത്തുള്ള എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാജിക് ഇറേസർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു വളരെ നല്ല ഫീച്ചറാണ്. Pixel 6a IP67 സ്പ്ലാഷ് പ്രൂഫിംഗ് പ്രൊട്ടക്ഷനുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഫോൺ വെള്ളത്തിലിടുന്നതിനൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിക്സൽ ഇതിന് ലിക്വിഡ് വാറണ്ടി തരുന്നില്ല. അതായത് ലിക്വിഡിലിട്ടിട്ട് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിക്സൽ വാറണ്ടി തരുന്നില്ല. ഈ ഫോണിലെ കോൺസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൽ കുറേ കോസ്റ്റ് കട്ടിങ് ഗൂഗിൾ ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാം. പ്രൈമറി ആയിട്ടുള്ള കോസ്റ്റ് കട്ടിങ് നമുക്ക് ഡിവൈസിന്റെ ബിൽഡ് ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബാക്കാണ്. പിന്നെ ഫ്രണ്ട് സൈഡ് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. ഒരു ഓൾഡർ ജനറേഷൻ ഗൊറില്ല ഗ്ലാസ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിൽ എവിടെയും ഒരു കുറ്റമായിട്ടൊന്നും പറയാനില്ല. കാരണം സൈഡ് മെറ്റാലിക് ഫ്രെയിം ആണ് വരുന്നത്. ഫോണിന്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വളരെ പ്രീമിയം ഫീലാണ് തരുന്നത്. ഇൻഹാൻഡ് ഫീലും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോണിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ലെവലിൽ നമുക്ക് വലിയ കോൺസ് ഒന്നും പറയാനില്ല. ഒരു സ്റ്റാൻഡേർഡ് യൂസേഴ്സിനെ സംബന്ധിച്ച് ഒരിക്കലും ഇതൊരു മോശം എക്സ്പീരിയൻസ് ആയിട്ട് വരില്ല. ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള പിക്സൽ ജനറേഷൻസിലുള്ള പിക്സൽ 2, 3, 4, 5 സീരീസിലെല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ള സോണി IMX363 എന്ന സെൻസറാണ് ഇതിൽ പ്രൈമറി സെൻസറായിട്ട് ഈ ഫോണിലും കൊടുത്തിട്ടുള്ളത്. അത് ആക്ച്വലി ഒരു വളരെ മികച്ച പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫോണിലെ ക്യാമറ ക്വാളിറ്റിക്ക് ഒന്നും യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഇല്ല. നോർമൽ ഒരു യൂസേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു മികച്ച അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൻഡ്രോയിഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വളരെ ചെറിയൊരു ബോക്സ് ആണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ ചാർജർ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു Type C to Type C കേബിളും ഒരു USB അഡാപ്റ്ററുമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. ചാർജർ ഇപ്പം ഒരുവിധം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ചാർജർ ഉണ്ടാവുന്നുള്ള അസംഷനിലാണ് അവരങ്ങനെ തരുന്നത്. അത് നമുക്കൊരു കുറ്റമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പറയാൻ പറ്റില്ല. കാരണം ഈ സെഗ്മെൻറ്റിലുള്ള എല്ലാ ഫോണുകളും ഓൾമോസ്റ്റ് ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഫോണുകളും അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ തന്നെയാണ്. ഗൂഗിളും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും ചെയ്തിട്ടില്ല. 18 വാട്ടിൻ്റെ വരെ ഫാസ്റ്റ് ചാർജിങ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റ്. നോർമൽ യൂസേഴ്സിന് ബാറ്ററി ലൈഫ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന യൂസേഴ്സിന് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒരു മോശം ഫീച്ചറായിട്ടൊന്നും ഒരിക്കലും തോന്നുകയില്ല. ഇതിലുള്ള കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പാർട്ട് 1 സൈനിങ് ഓഫ്.